ഹായ്, എല്ലാവർക്കും ഉരുളക്കുപ്പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്കൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിയപ്പോൾ കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കണം, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ അതൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ഒരു കാരണവശാലും അവർ ഒരു പീസ് അല്ല വേറെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെ നമുക്ക് വേറൊരു റെസിപ്പിയൊക്കെ മാറ്റി കുട്ടികൾക്ക് കൊടുക്കാം എന്നൊരു ഇതായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അതിനാണ് ഞാൻ സ്വീറ്റ് പൊട്ടറ്റയും ബീട്രൂട്ടും കൂടെ വെച്ചിട്ട് ഒരു വട ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ എല്ലാവർക്കും ഒച്ചോട്ട് വലുത് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഈ എണ്ണയിൽ വറുത്തതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിന് ഒരു വട ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിറ്റ് ഇനി ഞാൻ പുഴുങ്ങി നല്ലവണ്ണം ഉടക്കുകയാണ്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഉപ്പൊക്കെ ഇനി ഇടാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞ് കുക്കറിൽ വേവിച്ച് അതിനെ മിക്സിയിലിട്ട് അടിച്ചിതാ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഒരു വട ഉണ്ടാക്കണമെങ്കിൽ വേറെ ഒന്നും നമുക്ക് ഇതൊക്കെ പറയുന്നത് ഇത് നമ്മളെ കയ്യിരിക്കുന്ന എന്ത് സാധനം ഉണ്ട് അതൊക്കെ വെച്ചതിനോ ചെയ്യാം. ബ്രെഡിലുണ്ടാക്കാം, എല്ലാം ചെയ്യാം. ഇതാ ബീട്രൂട്ട് അരച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇവിടെ വെള്ളമൊന്നും ആവരുത്. വെള്ളം ആവണമെങ്കിൽ നമുക്കതിന് പ്രതിവിധിയൊക്കെ ഉണ്ട് കേട്ടോ. ദേ അമ്മൂമ്മ ഉണ്ടാക്കാൻ പോവുകയാണ്, നോക്ക് ദേ. അപ്പോൾ ഞാൻ ബീട്രൂട്ടും ഇതെല്ലാം ഇട്ട് ഇനി കുറച്ച് സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടാം. പിന്നെ ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നുറുക്കിയത് ഇതിൻ്റെ കൂടെ ഇടാം. ഇനി വേണമെങ്കിൽ ഇച്ചിരി മല്ലിയെല്ലാം കൂടെ ചേടാൻ പോകണം. മല്ലിയിലയും കരിയേപ്പിലയും കൂടെ തുരുതുരാന്നരിഞ്ഞ് ഉപ്പും കൂടെ ചേർത്ത് നല്ല ഷേപ്പിന് നമ്മൾ കട്ട്ലൈറ്റ് രൂപത്തിലാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ വടയല്ല കേട്ടോ, ഇത് വട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വടയിൽ ഇങ്ങനെ പൊരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് കണക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ഈ ചീനിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ട് ഉപ്പിടാൻ പോകാം. അപ്പോൾ നല്ലവണ്ണം മല്ലിയിലയും കരിയേപ്പിലയും കൂടെ ഞാൻ തുരുതുരാന്നായി ഇതിൻ്റെ കൂടെ ചേർത്ത് ചെറിയ പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പിള്ളേർ കടിക്കുമെന്ന് അറിഞ്ഞുകൂടാ, എന്നിട്ട് നമ്മളത് നോക്കി തന്നെ കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് റവയില്ലേ, റവ അല്ലെങ്കിൽ റവ വേണമെന്നില്ല, വെറുതെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് കൊടുക്കാം. റവ വേണമെങ്കിൽ റവയിൽ മുക്കിയിട്ട് നമുക്ക് അങ്ങനെ ഇടാം, അല്ലാതെ തന്നെ പൊരിച്ചിട്ട് കൊടുക്കാം. ഞാൻ തീർച്ചയായിട്ടും അതപ്പോൾ അവള് വാങ്ങണേ. അമ്മ ഇതൊന്നും ബിഗ് ബോസ് ഫുൾ ക്യാമറ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അമ്മ എന്നിട്ട് എൻ്റെ അടുത്ത് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ക്യാമറ ഓൺ ചെയ്യണ്ട. എനിക്കിത് സ്പീഡ് കൂടി പോയി. എണ്ണ ഒഴിച്ചു, എണ്ണ നല്ല ചൂടായി. അല്ലെങ്കിൽ നമ്മൾ എന്തോന്നാണ് എണ്ണ കട്ട്ലേറ്റ് ഷേപ്പിൽ നമ്മൾ ഇതിലേക്ക് എണ്ണയിലിടാൻ പോവാണ്. കണ്ട 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 യാമി എങ്ങനെ കരയണ കോഫി കഴിക്കല്ലേ യാമി? നീയൊക്കെ വന്നിട്ടുണ്ട്, അടുത്ത ആള് വന്നിട്ടുണ്ട്. എടുക്ക അമ്മൂമ്മ എടുക്കട്ടെ. അമ്മൂമ്മ എടുക്കാം. കണ്ട ഇതൊന്ന് ഒരു വട ഇത് കൂടെ ഇട്ടിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കട്ടെ. നല്ല ഷേപ്പിന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ അമ്മൂമ്മ എടുത്ത് എറിയണത്. അമ്മൂമ്മയ്ക്കും പേടിയാണ് എണ്ണ. ആഹാ സൂപ്പർ ഭംഗി. ഇത് 4 മതി അല്ലേ? നമ്മളെ മധുരക്കിഴങ്ങ് ബീട്രൂട്ട് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എണ്ണ ഇങ്ങനെ മുട്ടയൊന്നും ചേർക്കും, ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ ഒന്നുമില്ല. ഇത് നമുക്ക് ഈ മധുരക്കിഴങ്ങ് കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ അതിന് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന വടയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരൊക്കെ കട്ട്ലേറ്റും വടയെന്നൊക്കെ പറയും. അമ്മ ഈ വടയെ പിടിച്ചിട്ടിരിക്കുന്നല്ലേ? അല്ല, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, കണ്ട എങ്ങനെയുണ്ട്? നല്ലതല്ലേ? കാണാനൊരു രസമുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പം നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ലതാണ്. വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ
മായം കലരാത്ത നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അധികം ബിസ്ക്കറ്റ് ഒന്നും കൊടുക്കാതെ നോക്കുക. പിന്നെ നമ്മളെ കുട്ടികളാണെങ്കിൽ ഇഷ്ടംപോലെ ബിസ്ക്കറ്റ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അത് ഞങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ഓട്സ് ബിസ്ക്കറ്റ്, റാഗി ബിസ്ക്കറ്റ്, ബനാന ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഉപകാരം. കുട്ടികളുടെ ഹെൽത്ത് നന്നായിരിക്കും. ഓക്കെ, ഇനി അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, യാമി കഴിക്കാന്നത്. അയ്യോ ഒന്ന് കറിയല്ലേ ധനുമ എങ്ങനെയുണ്ട്? ഇതിലുണ്ട് കട്ട്ലറ്റ് ചൂടുണ്ടാ നോക്കിട്ട് തരാന്ന് പറഞ്ഞു. ഇങ്ങനെ എടുക്കട്ടെ, അമ്മ മുക്കി പീസാക്കിട്ട് പീസാക്കിട്ട് അവിടെ വെക്കും. ശരി, മുക്കി കഴിക്ക്. തരാം തരാം തരാം. മുക്കിയിട്ട് ഇനി ഇനി ധാന്യം തുന്നി തുന്നി മതി. കൊള്ളാം യാമി. യാമിയുടെ നാവിന്റെ രുചി ഒന്ന് വേറെയാണ് കേട്ടോ. അവളെന്ത് സാധനം, ഞാനിന്ന് ഉച്ചയ്ക്ക് പാവയ്ക്ക തോരൻ വെച്ചു. അപ്പോൾ അത് കാണിക്കാതെ അവളെ ഒന്ന് ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ കയ്പ്പ് എന്ന് പറഞ്ഞിട്ട് പറയാം യാമി എന്താ അത് പറഞ്ഞ ചേച്ചി. അപ്പോൾ പറയാ അത് പാവയ്ക്കാണെന്ന്. അതാ അതെ അതെ അതാ കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സൂപ്പർ എടുത്തെടുത്തോ. അപ്പോൾ എടുത്തോ. എല്ലാവർക്കും ഈ വീഡിയോ അമ്മ എടുത്തു തരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ എടുത്തു തരാം. ആ തരാം എടുത്ത് എടുക്കെടുത്ത് തരുമാണ്.